പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സോസേജ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ 10-12 സോസേജ് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, 2 സവോള, പിന്നെ 2 പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടത്. ഈ സോസേജിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ ചെറുതായിട്ട്. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ സോസേജുകളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക. ഗൈസ്, നമ്മൾ മുഴുവൻ സോസേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു പാൻ അടുപ്പിലെടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് സോസേജ് കൊടുക്കാം. നമുക്ക് സോസേജ് വറുത്തെടുക്കാം. നമ്മൾ സോസേജ് ഇളക്കി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ സോസേജിന് ഇത്തിരി വലിപ്പം വെക്കും. ഇനി നമ്മൾ സോസേജ് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വെക്കാം. ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും. നേരത്തെ കണ്ടപ്പോൾ ഇത്രയും വലിപ്പവും ഇല്ലായിരുന്നു, കളറും ഇല്ലായിരുന്നു. ഇവ നമ്മൾ ഇതിലിട്ട് അടച്ചു വെച്ചപ്പോഴേക്കും നല്ല കളറും ഇത്തിരി വലിപ്പവും കൂടെ വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കളർ വന്നിട്ടുണ്ട്, വലിപ്പവും വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ സവോളയും ഉരുളക്കിഴങ്ങും പൊടി പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഇത്തിരി കൊഴുപ്പൊക്കെ കിട്ടാനാണ്. സോസേജ് ഇപ്പം വളർന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ക്യാമറയിൽ കാണുമ്പോൾ ആകില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഗായ്സ്, നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യാം. ഇപ്പം നമ്മൾ കറിയുടെ വീഡിയോ ഇടുന്നതുകൊണ്ട് നമ്മൾ പാനകത്ത് തന്നെ നമുക്ക് കുറച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കറിയും കൂടെ റെഡിയാക്കി എടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കും. പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയാണ് നമ്മളിപ്പോൾ ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റി കൊടുക്കുക. പൊടിയും ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആയിരിക്കും ഏറ്റവും നല്ലത്.
പച്ചമണം മാറുന്നത് വരെ ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടാൻ വേണ്ടി നമുക്ക് ഇത് അടച്ചിട്ട് തക്കാളി വാടി വന്നതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കും. ഗ്രേവിയാക്കാൻ വേണ്ടി ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി. അതിനുശേഷം ഇത് തിളച്ച് വരുമ്പം നമ്മൾ വറുത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കാം. ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കുബൂസ് മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് പറ്റിയ കറിയാണ് കുബൂസ്. പൊറോട്ട, ചപ്പാത്തി എന്നിവയ്ക്കൊക്കെ പറ്റിയ സൂപ്പർ കറിയാണ്. ഇതിൻ്റെയൊക്കെ കൂടെ നിങ്ങൾ കഴിച്ച് നോക്കാൻ മറക്കരുത്. ഇതേ കുബൂസുമായിട്ട് കഴിക്കാൻ പോവുകയാണ്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഹാർദിക്ക് നമ്മളോട് പറയും. എങ്ങനെയുണ്ട് ഹാർദിക്ക്? ഹാർദിക്ക് സൂപ്പറാന്ന് പറയുന്നുണ്ട്. എനിക്ക് പറയുന്നുണ്ട് തൈര് വെക്കാൻ മറന്നുപോയതേ, തൈരൊക്കെ വെക്കാൻ അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് കൂട്ടി കഴിക്കാനാ സൂപ്പറാന്ന് ഹാർദിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട് ഹാർദിക്ക്? അപ്പൊ ഗൈസ്, അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഗൈസ്. ബൈ ബൈ.